കോതമംഗലത്ത് ജനവാസ മേഖലയിറങ്ങിയതിനു പിന്നാലെ വനംവകുപ്പ് റേഡിയോ കൂളർ ഘടിപ്പിച്ച കാട്ടാന ചരിഞ്ഞു. പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി ഇന്നലെ വനത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ആനയെ പിടികൂടി റേഡിയോ കൂളർ ഘടിപ്പിച്ച് വായിലുണ്ടായിരുന്ന പരിക്കിന് മരുന്ന് വെച്ചു കെട്ടുകയും ചെയ്തത്. രാവിലെ മുതൽ തുടങ്ങിയ ദൗത്യം വൈകിട്ട് 3:30യോടെയാണ് പൂർത്തിയായത്. പക്ഷേ പരിക്കേറ്റ കാട്ടാന ചെരിഞ്ഞു എന്ന ദുഃഖകരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ആനയെ കാട്ടിനകത്ത് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നതാണ് പ്രാഥമിക വിവരം. ആനയുടെ പല്ലടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. പല്ല് പൊട്ടിയ നിലയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ആഴ്ചയായി യാതൊരു ഭക്ഷണവും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. നാട്ടിലേക്കെത്തി ചക്കപ്പഴമടക്കമുള്ള ആഹാരങ്ങളാണ് പ്രധാനമായും ആഹാരമാക്കിയിരുന്നത്. ആന സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്താൻ തുടങ്ങിയതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഇതിനെ തുടർന്ന് RRT സംഘം പലവട്ടം ഈ കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് ഓടിച്ചെങ്കിലും ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് മടങ്ങി വന്നതോടെയാണ് വനം മന്ത്രിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ആനയെ മയക്കുവെടിവെച്ച് റേഡിയോ കൂളർ ഘടിപ്പിക്കാനും നിലവിലുള്ള മുറിവുകളുടെ പരിഹാരത്തിന് മരുന്ന് വെച്ചു കൊടുക്കാനും തീരുമാനമായത്. ഇത് ഫലപ്രദമായില്ലെങ്കിൽ കോടനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന തീരുമാനത്തിലായിരുന്നു. എന്തായാലും 2 ദിവസം നിരീക്ഷിക്കാമെന്ന തീരുമാനമാണ് ഉണ്ടായത്. തുടർന്ന് റേഡിയോ കൂളർ ഘടിപ്പിച്ച ആന ഇന്ന് ചെരിയുകയായിരുന്നു.